കുറച്ച് ദിവസത്തിന് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ മണിക്കൂറുകൾക്ക് മുൻപ്, ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും നോക്കിയ ഒരു ചിത്രമാണ് മോദി ഏറ്റവും ഒടുവിൽ പോസ്റ്റ് ചെയ്ത ഒരു കുഞ്ഞു കുട്ടിയുടെ ചിത്രം. തൻ്റെ ഔദ്യോഗിക വസതിയിൽ അങ്ങനെ ആരെയും കയറ്റാത്ത അദ്ദേഹം ഒരു കുഞ്ഞതിഥിയെ കയ്യിലെടുത്ത് വച്ചിരിക്കുന്നത് ആരാണെന്ന് കണ്ട് ഇന്ത്യ ഒട്ടാകെ, എന്തിന് ലോകമൊട്ടാകെ അത് സോഷ്യൽ മീഡിയയിൽ പരതി. എന്നാൽ മലയാളികൾക്കറിയാം ഇത് നമ്മുടെ ദിയയുടെയും അശ്വിൻ്റെയും മകൻ ഓമി ബേബിയാണ് എന്നത്. ഇപ്പോഴിതാ കൃഷ്ണകുമാർ ഞങ്ങൾ എങ്ങനെയാണ് മോദിയുടെ അടുത്ത് എത്തിയതെന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹം ക്ഷണിക്കാതെ ഒരാൾക്കും പോകാനായില്ല. അദ്ദേഹത്തിന് പറയാതെ അല്ലെങ്കിൽ അദ്ദേഹം വിളിക്കാതെ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലമാണത്. അവിടെയാണ് നമ്മൾ പോയത്. ചിലപ്പോൾ അതെല്ലാം ഒരു ഭാഗ്യം തന്നെയായി കരുതുന്നു. എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല അത് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. എൻ്റെ കൊച്ചുമകനെ കയ്യിലെടുത്തു. അദ്ദേഹം ആ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിലപ്പുറം വലിയൊരു സന്തോഷം എനിക്ക് എന്താണ് ഉള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്തിനാണ് അത് പോസ്റ്റ് ചെയ്തതെന്ന്. ഞങ്ങൾ എല്ലാവരും ഞെട്ടി. അങ്ങനത്തെ ചിത്രം എടുത്തു, ഞങ്ങൾ ചിത്രമെല്ലാം പോസ്റ്റ് ചെയ്തു. അത് പക്ഷെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ആരും കരുതിയില്ല. അത് ഞങ്ങൾക്കൊരു ഞെട്ടൽ തന്നെയായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവൻ എന്ത് ഭാഗ്യവാനാണെന്ന് ചിന്തിച്ചു പോയൊരു നിമിഷമായിരുന്നു. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെ പേഴ്സണലി കണ്ടിട്ടുണ്ടെങ്കിലും മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എല്ലാം തന്നെ അദ്ദേഹത്തിനെ പേഴ്സണലി കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അദ്ദേഹം അത്രമാത്രം സാധു മനുഷ്യനാണ്. എല്ലാ സാധാരണക്കാരോടും സംസാരിക്കാനും വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് വേഗം സാധിക്കാറുണ്ട്. അദ്ദേഹം കുടുംബസമേതമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങോട്ടേക്ക് വിളിച്ചത്. അതും എനിക്ക് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എടുത്ത ചിത്രം പങ്കുവെച്ചുകൂടെ എത്തി കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. കൃത്യമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വാർത്തയും ഇത് തന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു വാർത്ത. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓരോ തവണയും ഇപ്പോൾ ഓമിയെക്കുറിച്ച് പറയുമ്പോൾ ആ ചിത്രം തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത്. എന്നാൽ അവൻ അതൊട്ടും അറിയുന്നുമില്ല എന്നതാണ് സത്യമെന്ന് കൃഷ്ണകുമാർ പറയുന്നു. എന്തിനാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണകുമാർ കാര്യം പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും അറിയാം അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും അഹാനയുടെ വിവാഹം ക്ഷണിക്കാനായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം മോദിയുടെ അരികിലേക്ക് എത്തിയതെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എല്ലാവരും അത് ചോദിച്ചിരുന്നതും. എന്നാൽ വിവാഹമൊന്നും അല്ല എന്ന് ഇതുവരെ കൃഷ്ണകുമാർ പറഞ്ഞിട്ടില്ല. പക്ഷെ അഹാനയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് മറ്റ് അഭിമുഖങ്ങളിലെല്ലാം കൃഷ്ണകുമാർ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഓരോ കാര്യം സോഷ്യൽ മീഡിയയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അത് തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതിക്ക് തന്നെ അനുസരിച്ച് അത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ ആ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.